പുറപ്പാട് അധ്യായം 14. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോളിനും കടലിനും മധ്യേ ബാൽ സെഫോണിന് സമീപത്തുള്ള പീഹ ഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ പറയുക. അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. എന്നാൽ അവർ ദേശത്തൊഴിലിരുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയത്തെ കണ്ണമാക്കും. ഞാൻ യഹോവയാവുന്നു എന്ന് ഇസ്രായേൽക്കാർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അവർ അങ്ങനെ ചെയ്തു. ജനം ഓടിപ്പോയെന്ന് ഇസ്രായേൽ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മനസ്സ് മാറി. ഇസ്രായേലിനെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തത് എന്ത് എന്ന് അവർ പറഞ്ഞു. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിൻ്റെ സകല രഥങ്ങളെയും അവർക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. യഹോവ മിസ്രൈം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമർ അവരെ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽസഫോണിന് സമീപത്തുള്ള പീഹ ഹീരോത്തിന് അരികെ അവർ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ അവരോടടുത്തു. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി. മിസ്രൈമർ പിന്നാലെ വരുന്ന കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ അപ്പോഴും നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു പിന്നെ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിലെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നുണ്ട്. മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തൂടി കടന്നുപോകും. എന്നാൽ ഞാൻ മിസ്രൈമിൻ്റെ ഹൃദയത്തെ കഠിനമാകും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാവുന്നു എന്ന് മിസ്രൈമർ അറിയും. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദേവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിനെ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടി നടന്നുപോയി. അവർ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രൈമിൽ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. അവർ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക. യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമിനോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രൈമിന്റെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈ നീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമർ അതിന് എതിരായി ഓടി. യഹോവ മിസ്രൈമിലെ കടലിന് നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവർ ഒരിടത്തും പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിന് നടുവെ ഉണങ്ങിയ നിലത്തൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലുത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തറിഞ്ഞ് കിടക്കുന്ന ഇസ്രായേലിയർ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമിന്റെ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു.